Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 4 സെമസ്റ്റർ എക്സാംസ് ഒക്കെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ 5th സെമസ്റ്ററിലോട്ട് ഫോക്കസ് ചെയ്യണം. 5th സെമസ്റ്റർ നിങ്ങളുടെ 3 വർഷത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെമസ്റ്ററാണ്. കാരണം ഇതുവരെ നിങ്ങൾ 5 സബ്ജക്ട്സ് ആണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ 5th സെമസ്റ്ററിൽ നിങ്ങൾക്ക് 6 സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. അതുമാത്രമല്ല റെഗുലർ സ്റ്റുഡൻസ് അവരുടെ 6th സെമസ്റ്ററിൽ സബ്മിറ്റ് ചെയ്യേണ്ട പ്രൊജക്റ്റിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ 5th തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ട ഒരു സെമസ്റ്ററാണ് 5th. അതുമാത്രമല്ല പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ എണ്ണം ഈ ഒരു സെമസ്റ്ററിൽ കൂടുതലാണ്. 5th നമുക്ക് 3 പ്രോബ്ലം പേപ്പേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കണം. ദെൻ ഈ പ്രോബ്ലം പേപ്പേഴ്സിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം മാറ്റി വെക്കേണ്ടതായിട്ട് വരുന്ന ഇൻകം ടാക്സ് പേപ്പർ ഉണ്ടെന്നുള്ളതാണ്. അതിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓരോ ബഡ്ജറ്റിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ പഠിക്കുക. റേറ്റ് വ്യത്യാസം വരും. സോ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അതുകൊണ്ട് തന്നെ സപ്ലി ലഭിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും പ്രശ്നം വരാം. നിങ്ങൾ പുതിയ റേറ്റിൽ അല്ലേ പുതിയ ബുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ BCom BBA 5th സെമസ്റ്ററിലെ സബ്ജക്ട് ഡീറ്റെയിൽസ്, സിലബസ് ഡീറ്റെയിൽസ് ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും, അതിൻ്റെ റെക്കോർഡിടും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് 5th പേപ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. അതിൽ ആദ്യത്തെ പേപ്പർ, ഇപ്പോൾ 4th നിങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ 5th സെമസ്റ്ററിൽ നമുക്ക് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻ്റ് ആണ് വരുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്. ഒരുപാട് പഠിക്കാനുണ്ട്. സോ അതിൻ്റെ സിലബസ് ഞാൻ കാണിച്ചു തരാം. പിന്നെ തിയറി പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് ആണ് വരുന്നത്. ദെൻ ഞാൻ പറഞ്ഞു ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ്. ഈ ഒരു പേപ്പറിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് 6th പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ പഠിക്കുന്നത് വളരെ സൂപ്പറായിട്ട് പഠിക്കണം. പിന്നെ സപ്ലി എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രശ്നവും ഞാൻ പറഞ്ഞു. ദെൻ പിന്നെ വരുന്നത് സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് ആണ്. ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികൾക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ്, ദെൻ കോപ്പറേഷൻ ആണെങ്കിൽ കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസസ്, ദെൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ, പിന്നെ ലീഗൽ എൻവയോൺമെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സ്. ഇനി ഓപ്പൺ കോഴ്സാണ് പിന്നെ വരുന്നത്. ഞാൻ പറഞ്ഞു ഓപ്പൺ കോഴ്സിൻ്റെ പ്രത്യേകത, നിങ്ങൾ 5th സെമസ്റ്ററിൽ ഏതെങ്കിലും മറ്റ് ഡിസിപ്ലിൻ, ഇപ്പോൾ BA-കാരുടെ ഏതെങ്കിലും ഒരു പേപ്പർ ഓപ്പൺ കോഴ്സായിട്ട് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾക്ക് സിലബസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ ഓപ്പൺ കോഴ്സിൻ്റെ കേസിലോട്ട് പോകുമ്പോൾ മാർക്കിൽ വ്യത്യാസമുണ്ട്. ഓപ്പൺ കോഴ്സിൽ ടോട്ടൽ വരുന്നത് 75 ആണ്. അതിൽ എക്സ്റ്റേണൽ 60 മാർക്കും ഇൻറ്റേണൽ 15 ആണ് വരുന്നത്. മറ്റ് എക്സാമിൻ്റെ മാർക്കല്ല. ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പേപ്പറിൻ്റെ ഡീറ്റെയിൽസ്, ഇനി BBA കേസിലോട്ട് പോകുന്ന സമയത്ത് അവിടെ വരുന്ന പേപ്പേഴ്സ് ഇതൊക്കെയാണ്. ആദ്യം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് വരുന്നു, പിന്നെ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് വരുന്നു, പിന്നെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് വരുന്നു. പിന്നെ വരുന്നത് ഫിനാൻസ് സ്പെഷ്യലൈസ് ഉള്ള കുട്ടികൾക്ക് ഇൻകം ടാക്സ് പേപ്പറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പർ. ദെൻ മാർക്കറ്റിംഗുകാർക്ക് കൺസ്യൂമർ ബിഹേവിയർ ഉണ്ട്. HRM എടുത്തുള്ള കുട്ടികൾക്ക് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ട്. പിന്നെ ഫിനാൻസ് സ്പെഷ്യലൈസ് ഉള്ള കുട്ടികളുടെ അടുത്ത പേപ്പർ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ ഓപ്പൺ കോഴ്സ് വരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് പേപ്പറിൻ്റെ ഡീറ്റെയിൽസ്. ഇതിൽ നമുക്ക് BCom സ്റ്റുഡൻസിൻ്റെ സിലബസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നെക്സ്റ്റ് ഒന്ന് കടക്കാം. ഞാൻ പറഞ്ഞു ആദ്യത്തെ പേപ്പർ വരുന്നത് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻ്റ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണത്. സോ ആസ് യൂഷ്വൽ 5 മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ബേസിക്സ് ആണ് മൊഡ്യൂൾ നമ്പർ 1, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്താണ്,
അതിൻ്റെ നേച്ചർ, സ്കോപ്പ്, റീസെൻറ്റ് ട്രെൻഡ്സ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അതാണ് ആദ്യത്തെ മൊഡ്യൂള്. ദെൻ മൊഡ്യൂൾ നമ്പർ 2 അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊഡ്യൂളാണ് മൊഡ്യൂൾ നമ്പർ 2 വരുന്നത്. അവിടെ ഫിനാൻഷ്യൽ അനാലിസിസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ട്രെൻഡ് അനാലിസിസ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മൊഡ്യൂൾസ് ലാസ്റ്റ് വരുന്നു. അതിൽ റേഷ്യോ അനാലിസിസ്, എസ്എ ടോപ്പിക്ക്, ഒരുപാട് പഠിക്കാനുള്ള ഒരു ഏരിയ ആണ്. പിന്നെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫണ്ട് ഫ്ലോ ആൻഡ് ക്യാഷ് ഫ്ലോ അനാലിസിസ് ആണ് പിന്നെ വരുന്നത്. ഇതൊക്കെ ഒരുപാട് സമയമെടുത്ത് പഠിക്കേണ്ട മൊഡ്യൂൾസ് ആണ്. ഓക്കെ, പ്രോബ്ലംസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ദെൻ ലാസ്റ്റ് മാർജിനൽ കോസ്റ്റിംഗ് ആണ് വരുന്നത്. അപ്പം ഇങ്ങനെ 5 മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ സബ്ജക്റ്റ്. പിന്നെ വരുന്നത് ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് ആണ് രണ്ടാമത്തെ സബ്ജക്റ്റ് വരുന്നത്. തിയറി പേപ്പറാണ്. ഇതിലും ഒരുപാട് വായിക്കാനുണ്ട്. ആദ്യം തന്നെ ബിസിനസ് റിസർച്ചിനെ പറ്റിയിട്ടുള്ളതാണ് ബേസിക്സ്, ഫസ്റ്റ് മൊഡ്യൂള്. ദെൻ അതിനുശേഷം റിസർച്ച് ഡിസൈനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. റിസർച്ച് ചെയ്യുമ്പോൾ റിസർച്ച് ബിസിനസ്സിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണത്. ബിസിനസ്സിൽ റിസർച്ചിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ദെൻ ഡാറ്റ കളക്ഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ, പ്രൈമറി, സെക്കൻഡറി, പിന്നെ ഡാറ്റ പ്രോസസ്സിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ റിസർച്ച് റിപ്പോർട്ടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് നമുക്ക് 5 മൊഡ്യൂളായിട്ട് കാണാൻ സാധിക്കുന്ന മറ്റൊരു പേപ്പർ. ഇനി ഞാൻ പറഞ്ഞു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സ്. എല്ലാ പ്രാവശ്യവും അതിൽ ചേഞ്ചസ് വരാറുള്ളതാണ്. അതിലാദ്യം മൊഡ്യൂൾ നമ്പർ 1 ബേസിക് കൺസെപ്റ്റ്സ് ആണ്. അസസ് ചെയ്യാറാണ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ. പിന്നെ 5 ഹെഡ്സ് ആണ് നമുക്ക് ഈ ഒരു സെമസ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ 6th ആദ്യം സാലറി ആണ് വരുന്നത്. പിന്നെ ഹൗസ് പ്രോപ്പർട്ടി, PGBP, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ദെൻ ക്യാപിറ്റൽ ഗെയിൻ, അതുപോലെ തന്നെ ലാസ്റ്റ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഓക്കെ, ഇതാണ് മറ്റൊരു സബ്ജക്റ്റ്. പിന്നെ സ്പെഷ്യലൈസേഷൻ പേപ്പേഴ്സ് ആണ് 2 വരുന്നത്. ഞാൻ ഓൾറെഡി നേരത്തെ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് ആണ്. തിയറി പേപ്പറാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ്. സോ ഇതിൽ ആദ്യം തന്നെ എന്താണ് ഫിനാൻഷ്യൽ സിസ്റ്റം, ബേസിക്സ്, പിന്നെ മണി മാർക്കറ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ക്യാപിറ്റൽ മാർക്കറ്റ്, ദെൻ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദെൻ റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതാണ് 5 മൊഡ്യൂൾസ് വരുന്നത്. ദെൻ പ്രോബ്ലം പേപ്പറാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഓക്കെ, സോ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമുക്ക് വരുന്ന ഏരിയാസ് ആദ്യം ബേസിക്സ്, ഇൻട്രൊഡക്ഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആണ്. പിന്നെ വരുന്നത് പ്രോബ്ലംസ് ആണ്, ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് ആൻഡ് സിലബസ് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് ഒരുപാട് കുട്ടികളുണ്ട്. അവരൊന്നും പലരും സബ്ജക്റ്റ് എന്താണെന്ന് പോലും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പഠനം ആരംഭിക്കുക. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ എക്സാമിൻ്റെ സമയമാകുമ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ചെയ്യുന്ന സപ്പോർട്ടിങ് വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.